ഈ വീഡിയോയിൽ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ്. പീറ്റർ നവേറോ പറഞ്ഞിരിക്കുകയാണ്, ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം തന്നെ വാമ്പയേഴ്സ് ആണ്, ഞങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്ന വാമ്പയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മനസ്സിലാക്കേണ്ടത് വേറൊന്നുമില്ല, ഫ്രസ്ട്രേഷന്റെ അങ്ങേയറ്റം. പഴഞ്ചൻ ആശയം ഇങ്ങനെ തലച്ചോറിൽ വെച്ച് നടക്കുന്ന ഈ പീറ്റർ നവേറെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ പുറത്ത് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ആണ്. ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ജലസ് ആണ്, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാര്യം, പീറ്റർ നവേറയ്ക്കും അതേപോലെ തന്നെ ഇലോൺ മസ്കിനും തമ്മിൽ ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ്സ് ഇപ്പൊ 2-3 ദിവസങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എക്സ് പ്ലാറ്റ്ഫോമിൽ ചെന്ന് കുറിക്കുക, അതിനെ ഗ്രോക്ക് തിരുത്തുക, പിന്നെ അതിന് തൊട്ട് താഴെ തുടരെ പൊങ്കാലകൾ വരിക. ഇതെല്ലാം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പീറ്റർ നവേറോ പിസ്ഡ് ഓഫ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇസ്രായേലിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ബെസായൽ സ്മൂട്രിച്ച് ഇന്ത്യയിലുണ്ട്. ശരിക്കും ഇന്ത്യക്ക് വന്നത് തന്നെ ഈ അമേരിക്കയ്ക്കും ഇന്ത്യക്കും തമ്മിൽ ഒരു സ്മൂത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. പ്രധാനമായിട്ടും ഇസ്രായേൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇസ്രായേൽ നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്, അമേരിക്കയുമായിട്ടുള്ള ഈ താരിഫ് പ്രശ്നത്തിൽ ഇന്ത്യയുടെ സോവറിനിറ്റി നഷ്ടപ്പെടാതെ തന്നെ ഈ ഒരു പ്രശ്നം സ്മൂത്ത് ആയിട്ട് പരിഹരിക്കാം എന്നുള്ളൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ഇപ്പൊ സ്മൂട്രിച്ചിനൊക്കെ അമേരിക്കയിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങളും ഹോൾഡിംഗ് ഒക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അമേരിക്കയിൽ ലോബിയിങ് ചെയ്യുന്നതിന് പകരം ഇസ്രായേലിനെ വെച്ച് തന്നെ ലോബിയിങ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയേനെ. അപ്പൊ എന്തായാലും സ്മൂട്രിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് റഷ്യയുടെ ഓയിൽ പർച്ചേസ് ചെയ്യാന്നുള്ളത്. അത് അതിൻ്റെതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളോടും കൂടി ഇസ്രായേൽ അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രൊട്ടക്ഷൻ പോളിസിയും അംഗീകരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 2 ദിവസമായിട്ട് ഇസ്രായേൽ ഇന്ത്യക്കുള്ളിൽ നടത്തിയ ചർച്ചയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന, റഷ്യ എന്നുള്ള ആ ചേരിയിലേക്ക് പോയി ചേക്കേറാൻ ധൃതി കാണിക്കുന്ന ഇന്ത്യയെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും അമേരിക്ക പുഷ് ചെയ്തിട്ടാണ് ഇസ്രായേലിന്റെ ടീം ഇന്ത്യയിലേക്ക് വന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ പുറകിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ റെക്കമെൻഡേഷൻ ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബെസായൽ സ്മൂട്രിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഉറപ്പ് തരുന്നത്. അതായത് നെഗോസിയേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ സഹായിക്കും. ഇന്ത്യ, അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ 3 രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ബെസായൽ സ്മൂട്രിച്ച് ആവർത്തിച്ച് സംസാരിക്കുകയുണ്ടായി. അതായത് ഇന്ത്യയെ ഒപ്പം കൂട്ടാൻ അമേരിക്ക ഏത് മാർഗം സ്വീകരിക്കും, അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇന്ത്യ അമേരിക്കൻ ചേരിയിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക തകർന്നു, അതാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചർ എല്ലാം നമ്മൾ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ പല വീഡിയോകളിലായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയ സമയത്ത് 400 ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ ISROയുടെ സ്ഥാപനത്തിലിരുന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. ഡിഫൻസിന് വേണ്ട സഹായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്നു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതല്ല നമ്മൾ ചുമ്മാ വെറുതെ ഓരോ വാർത്തകൾ പറയുന്നതല്ല, ഈ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോഴത്തേക്കും ഏത് നട്ടപ്പാതിരാത്രിക്കായാലും ശരി തന്നെ ഇന്ത്യ ഏത് രീതിയിലാണ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നത്, ആരൊക്കെ എവിടെ നിന്നൊക്കെ സഹായങ്ങൾ കൊടുത്തു, എന്തൊക്കെ രീതിയിലുള്ള മെഷേഴ്സ് ആണ് ഇന്ത്യ എടുത്തത് എന്നുള്ളതാണ് ഈ ഓരോ പുതിയ വിഷയങ്ങൾ വരുമ്പോഴും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ നമ്മൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാറ്റലൈറ്റുകളിൽ 12 എണ്ണമാണ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 12 എണ്ണവും ഫുള്ളി ഓൺ ആയിരുന്നു എന്നുള്ളതാണ് ISROയുടെ സ്റ്റേറ്റ്മെന്റ്. ഈ 12 സാറ്റലൈറ്റുകളും കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ആ ഒരു ആക്യുറേറ്റ് റിപ്പോർട്ട് ISRO പുറത്തുവിടുന്നത്. ഇന്ത്യയും ഇസ്രായേലും അമേരിക്കയോട് നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്, പ്രത്യേകിച്ച് താരിഫ് വിഷയത്തിൽ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ബെസായൽ സ്മൂട്രിച്ച് ആണ്. ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അർജന്റ് മീറ്റിംഗ് ഇന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും ഈ ഒരു ബ്രിക്സ് പേ, ഈ ഗ്ലോബൽ സൗത്ത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ അതായത് അടുത്ത ബ്രിക്സ് ലീഡർഷിപ്പ് ഇന്ത്യക്കാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് റോളിംഗിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ അടുത്ത ചാൻസ്, അടുത്ത ഊഴം ഇന്ത്യക്കാണ്. ഇന്ത്യയിൽ വെച്ചിട്ടായിരിക്കും ബ്രിക്സ് നടക്കുക. അപ്പൊ അതിന്റെ ഒരു പ്രഖ്യാപനം കൂടി നടന്നിട്ടുണ്ട്. ആ പ്രഖ്യാപനം നടന്ന സാഹചര്യത്തിലാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഘടനയായിട്ട് ബ്രിക്സിനെ പറഞ്ഞു വെച്ചത്. നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ശർമ്മ ഒലി രാജിവെച്ചിരിക്കുകയാണ്. ശരിക്കും ഒളിച്ചോടിയിരിക്കുകയാണ്, അങ്ങനെ വേണം പറയാൻ. ഏതൊരു ഹെലികോപ്റ്റർ വന്നു, അയാളെ എടുത്തുകൊണ്ട് പോയി. എവിടെ പോയി, ഹിമാലയത്തിൽ പോയോ, എവറസ്റ്റിൽ പോയോ, ഏത് സാഹചര്യത്തിൽ പോയി എന്നുള്ളത് നമുക്കറിയത്തില്ല. ശർമ്മ ഒലിയുടെ നിലപാട് ആന്റി ഇന്ത്യൻ നിലപാടാണ്, പ്രോ ചൈന നിലപാടാണ്, കമ്മ്യൂണിസ്റ്റ് ആണ്. അത് നമ്മൾ പറയാതെ പോകാൻ വയ്യ. അതുകൊണ്ടാണ് ലിപുലേക്ക്, ലിംപിയാതുറ, കാലാപാനി പോലത്തെ സ്ഥലങ്ങളൊക്കെ ഈ നേപ്പാളിന്റെയാണെന്ന് പറഞ്ഞുള്ള അവകാശവാദം പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ വെറുപ്പിക്കാനും ഇന്ത്യയെ ആ രീതിയിൽ ഒതുക്കി നിർത്താനും, അതേസമയം ചൈന അവരുടെ ഒരു സൈഡിലുള്ള വില്ലേജ് മൊത്തം ഒക്കുപൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് പ്രോ ചൈന നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ് ശർമ്മ ഒലി. അതുപോലെ ഇസ്രായേൽ ഹമാസിന്റെ താവളമായിട്ടുള്ള ഖത്തറിന്റെ ഉള്ളിൽ കയറി ഹമാസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടിച്ച് തകർത്തിരിക്കുകയാണ്. ഒരുവിധപ്പെട്ട ഹമാസിന്റെ ലീഡേഴ്സ് എല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വാർത്ത.
ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ തന്നെ നമ്മുടെ മെയിൻ ചാനലിൽ കിടപ്പുണ്ട്. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തേക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷയം കാണാവുന്നേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ നേപ്പാളിൽ ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു പുതിയ തലമുറയുടെ ഈ പ്രൊട്ടസ്റ്റിൽ കത്തി അമരുന്ന പ്രസിഡന്റിന്റെ പാലസിന്റെ ഇമേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ പ്രൊട്ടസ്റ്റ് കത്തി പടർന്നിരിക്കുകയാണ് നേപ്പാളിൽ. ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ അല്ല ആക്ച്വൽ റീസൺ, അത് ജസ്റ്റ് ഒരു പോയിന്റ് ഓഫ് സ്റ്റാർട്ട് മാത്രമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊളിറ്റിക്കൽ താല്പര്യം അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജലനാഥ് ഖന്നൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിനു മുമ്പ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് നേപ്പാൾ ഉണ്ടായിരുന്നത്. ആ വ്യക്തിയും ആക്രമിച്ചിട്ടുണ്ട്, ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അയാളുടെ വൈഫ് രാജലക്ഷ്മി ചിത്രകാർ, ഈ രാജലക്ഷ്മി ചിത്രകാരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള മാസീവ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ് ഇത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അതിനപ്പുറമാണ്. ശരിക്കും ബംഗ്ലാദേശിന്റെ ഒരു ഇമിറ്റേഷൻ ആണ് ഇപ്പൊ നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ എടുത്ത് കിർത്തിപൂർ ബൻ എന്ന് പറഞ്ഞ ആ ഒരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രീതിയിലാണ് വാർത്തകൾ കാഠ്മണ്ഡുവിൽ വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചർ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ശരിക്കും കുറച്ച് ടൈം കൂടെ കഴിയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ അപകടങ്ങൾ എവിടെയൊക്കെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിലവിൽ ഇങ്ങനത്തെ വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് എൻവോയ് ഷൂ ഫീഹോങ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് മേളിൽ ചുമത്തിയിരിക്കുന്ന 50% താരിഫ് അൺഫെയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചൈനയുടെ എൻവോയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ചൈനയ്ക്കെതിരെ അമേരിക്ക ഏത് രീതിയിലുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നാലും ചൈന അതിനെ നേരിടുമെന്നുള്ള ഒരു മെസ്സേജാണ് ശരിക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് മെസ്സേജ് ചൈന മുന്നോട്ട് വെക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ആ ഒരു താക്കീത്. സുഖോയ് 30 എന്ന് പറഞ്ഞ ആ ഒരു വിമാനം ഇന്ത്യക്കുള്ളിൽ അണ്ടർ മെയിൻ്റനൻസിലാണ്. മെയിൻ്റനൻസ് അല്ല, ശരിക്കും മോഡിഫിക്കേഷൻ ആണ്. എന്താണ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കാനുള്ള ആ രീതിയിലേക്ക് ആ ഒരു എയർക്രാഫ്റ്റിനെ നമ്മൾ മാറ്റുകയാണ്, മോഡിഫൈ ചെയ്യാണ്. HAL ആണ് ഈ ഒരു പ്രോജക്റ്റ് നടക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 2-3 രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു. ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള സുഖോയ് കാറ്റഗറിയിലുള്ള വിമാനം തയ്യാറാക്കി തരാൻ പറ്റുമോ എന്നുള്ള എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ത്യ ഈ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് മുതിരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യൻ ആർമിയുടെ പാരാ ഫോഴ്സ് അവര് സിക്കിമിന്റെ ഭാഗത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് നടത്തിയതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. യൂഷ്വലി എല്ലാ വർഷവും നടത്തുന്ന ഒരു ട്രെയിനിങ് തന്നെയാണ്. ആ ട്രെയിനിങ് ഈ വർഷം ഈ സെപ്റ്റംബർ മാസം നടത്തിയിരിക്കുകയാണ്. അതായത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 17,000 ഫീറ്റ് ഉയരത്തിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ അത്രയും ഉയരത്തിൽ നിന്നാണ് ഈ ഒരു ട്രെയിനിങ് നടത്തിയിരിക്കുന്നത്. ജയശങ്കർ ബ്രിക്സ് മീറ്റിംഗിൽ പറഞ്ഞു വെച്ചത് ഈ ലോകം ശരിക്കും പറഞ്ഞാൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ശരിക്കും ഇതുപോലെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടുള്ള ഒരു വ്യാപാരം നടത്താനല്ല ലോകം ആഗ്രഹിക്കുന്നത്. അപ്പം ബ്രിക്സ് ശരിക്കും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ഓപ്ഷൻ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വളരെ ടൈംലി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതൊക്കെ തന്നെ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ജയശങ്കർ സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയൊക്കെ കുത്തിയിരുന്ന് കാണും. ഇതൊക്കെ അവർ കുത്തിയിരുന്ന് കാണുകയും ചെയ്യും. അതിനുള്ള മറുപടി ചിലപ്പോൾ പീറ്റർ നവേരയോ അതുപോലെ തന്നെ സ്കോട്ട് ബെസന്റോ ആരെങ്കിലും ഒക്കെ കൊടുക്കും. ഇന്ത്യക്കിപ്പം വെർബലി മറുപടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അമേരിക്കയുടെ ഒരു നിത്യേനയുള്ള ഒരു ജോലി. ജസ്റ്റ് ഇന്ത്യ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറയുന്നെങ്കിൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുക. സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ നടപടിക്രമങ്ങളൊന്നും എടുക്കാൻ അവർ തയ്യാറല്ല. സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബ്രിക്സ് മീറ്റിംഗിൽ പുടിൻ വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. ബ്രിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എമർജൻസി മീറ്റിംഗ് ആണ് ഇന്നലെയും ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മീറ്റിംഗിൽ ഇന്ന് പുടിൻ വിർച്വലി പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. ട്രംപ് യൂറോപ്യൻ യൂണിയനെ സെക്കൻഡറി സാങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കടുത്ത സമ്മർദ്ദം കൊടുക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ്, ഇന്ത്യക്ക് സാങ്ഷൻ കൊടുക്കാമെന്നാണോ? ഇല്ല. അവർ തീരുമാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ ഒരു സ്പെഷ്യൽ ടീം സെപ്റ്റംബർ 10 മുതൽ 14 വരെ ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. 27 യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഡെൽഫിൻ പ്രോങ്ക് അംബാസിഡറാണ്. പുള്ളി ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നതല്ല, അവർ ഓൾറെഡി ചാർട്ടേഡ് ആണ്. അവർ വരും, ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ പുരോഗമിക്കാൻ പോകുന്നത്. അമേരിക്ക ചിന്തിക്കുന്നതല്ല ഇപ്പൊ യൂറോപ്പ് ചിന്തിക്കുന്നത്. യൂറോപ്പിന് അറിയാം എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം യൂറോപ്പ് ശരിക്കും ആ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഈ യുദ്ധകാലത്ത് മൊത്തം അവരുടെ എനർജി നീഡ് ഫുൾഫിൽ ചെയ്തത് ഇന്ത്യയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് സാങ്ഷൻ ഇടൂ എന്ന് പറഞ്ഞാൽ സാങ്ഷൻ ഇട്ട് മാറ്റാൻ പറ്റുന്ന വിഷയമല്ല അത്. എനർജി നീഡ് എന്ന് പറഞ്ഞാൽ അതിന് എനർജി തന്നെ വേണം. അവര് ഒരു ബാരലിന് 47-50 ഡോളറിന് താഴെയാക്കി തരണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപ് എന്ന് പറയുന്നത് സാങ്ഷൻ ഇടൂ എന്ന് പറയുന്നത്. സാങ്ഷൻ ഇട്ടിട്ട് ഇന്ത്യയുടെ റിഫൈൻഡ് ഓയിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വില ഉയരും. അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ അധിക വില കൊടുത്ത് അവർക്ക് എണ്ണ ഇറക്കാൻ വയ്യ. എനർജി നീഡ് ഫുൾഫിൽ ചെയ്യാൻ അവർ തയ്യാറല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ബെസായൽ സ്മൂട്രിച്ച് പെഹൽഗാം ആക്രമണത്തിനെയും അതേപോലെ തന്നെ ഹമാസ് ഒക്ടോബർ 7, 2023 ഇസ്രായേലിന്റെ ഉള്ളിൽ നടത്തിയ ആ ഒരു ആക്രമണത്തെയും ഒരുപോലെ തന്നെ കണ്ടംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്
ഇത് രണ്ടും തന്നെ ഒരുപോലത്തെ ഇൻസിഡന്റുകളാണ്. ഇത് സിമിലാരിറ്റി തോന്നിപ്പിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളാണെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ഗ്രോത്ത്, ഇന്ത്യയുടെ ഗ്രോത്ത് ഓവറോൾ ആനുവലി 6% കുറവല്ല. എപ്പോഴും 6% മുകളിലാണ് ഇന്ത്യ ഈ ഒരു ഇടപെട്ട കാലഘട്ടങ്ങളിലായിട്ട് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത്. അത്രയും ഗുഡ് മൂവിങ്ങിലുള്ള ഒരു എക്കോണമി ഒരിക്കലും ഒരു ഡെഡ് എക്കോണമി അല്ല എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഫോറിൻ അംബാസിഡേഴ്സ് തമ്മിലാണ് ഈ ഒരു ചർച്ച നടത്തിയത്. ശരിക്കും ട്രേഡ് ഡിഫൻസ് മേഖലകളെ കുറിച്ചാണ് ചർച്ച നടത്തിയത്. തികച്ചും ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിൽ ട്രേഡ് ഡീൽ വരാനുള്ള സാധ്യതയുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ബ്രിക്സിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ട്രേഡിന് ഒരു പ്രൊട്ടക്ഷൻ പോളിസി കൊണ്ടുവരണം. അല്ലാതെ തോന്നുന്ന ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ താരിഫ് ഇടുന്ന രീതിയിലുള്ള ആ ഒരു സംവിധാനത്തിനെതിരെയാണ്. അമേരിക്കയ്ക്കെതിരെ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് പ്രൊട്ടക്ഷൻ, ട്രേഡിനെ ഒരു പ്രൊട്ടക്ഷൻ പോളിസിക്കുള്ളിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപ് പോലത്തെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനൊത്ത് ഫോറിൻ പോളിസിയെ വളച്ചൊടിക്കാൻ താരിഫ് രൂപത്തിൽ യുദ്ധപ്രഖ്യാപനമാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. അതുപോലത്തെ പ്രവർത്തികൾ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിൽ സംഭവിക്കാൻ പാടില്ല എന്നാണ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇസ്രായേൽ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇടയിൽ ഒരു മീഡിയേഷൻ ചെയ്യാൻ ഇപ്പൊ തയ്യാറായിട്ടുണ്ട്. ശരിക്കും അമേരിക്ക തന്നെയാണ് ഇസ്രായേലിനെ പറഞ്ഞ് ഇന്ത്യയിലേക്ക് വിട്ടത്. അപ്പൊ അങ്ങനത്തെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്കും അമേരിക്കയ്ക്കും തമ്മിലുള്ള ഒരു താരിഫ് വിഷയത്തിൽ വൈകാതെ തന്നെ ഒരു നിർണായകമായിട്ടുള്ള നീക്കം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.